അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 17ാമത്തെ പാഠം ഫി ഈശത്തി റാളിയ. ഇൻഷാ അല്ലാഹ് പാഠം വായിച്ച് നമുക്കതിൻ്റെ തദ്രിബാത്ത് കൂടെ നോക്കാം. ഫി ഈശത്തി റാളിയ പറഞ്ഞാൽ അവന് സംതൃപ്തമായ ജീവിതമുണ്ട് എന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പറയാൻ പോകുന്നത്. സ്വർഗത്തിലുള്ള അനുഭൂതികളും സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. സൂറത്തുൽ ഗാശിയ ഓതി ഉസ്താദ് പറഞ്ഞു, ചില ആളുകൾ അന്ന് ശോഭിതരാകും, അവരുടെ കർമ്മങ്ങളിൽ തൃപ്തരാകും, ഉത്തമമായ സ്വർഗത്തിലായിരിക്കും അവർ. നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട്, ഉയർന്നു നിൽക്കുന്ന ശയ്യകളുണ്ട്, പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകളുണ്ട്, അണിയായി നിരന്നു നിൽക്കുന്ന തലയിണകളുണ്ട്, വിരിച്ചു വെച്ച പരവതാനികളുണ്ട്. അപ്പോൾ സ്വർഗത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ചില ആളുകൾ അന്ന് ശോഭിതരായിരിക്കും. ചില ആളുകൾ എന്തായിരിക്കും? ശോഭിതരായിരിക്കും. എന്നാൽ അവരിങ്ങനെ തിളങ്ങുന്നു. അവരുടെ കർമ്മങ്ങളിൽ അവർ തൃപ്തരായിരിക്കും. അവർ ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർ നല്ല തൃപ്തരായിരിക്കും. ഉത്തമമായ സ്വർഗത്തിലായിരിക്കും അവർ. നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. നിരർത്ഥകം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതെന്നർത്ഥം. അപ്പം നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട്, ഉയർന്നു നിൽക്കുന്ന ശയ്യകളുണ്ട്, ഉയർന്നു നിൽക്കുന്ന ഭവനങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകളുണ്ട്, അണിയായി നിരന്നു നിൽക്കുന്ന തലയിണകളുണ്ട്, വിരിച്ചു വെച്ച പരവതാനികളുണ്ട്. കിടന്നുറങ്ങാൻ വേണ്ടി പിരിച്ചു വെച്ച പരവതാനികളും നിരയായി നിൽക്കുന്ന തലയിണകളും എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. ഉദ്ദേശിക്കുന്നതെന്തോ അതൊക്കെ ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, വിവിധ നിറങ്ങളിലും അതുപോലെ തന്നെ വിവിധ രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണം. ഹൃദ്യമായ സന്തോഷമുണ്ടാക്കുന്ന ഹൃദ്യമായ ഭക്ഷണം, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന തോട്ടങ്ങൾ, ഹൂറുൻ ഐൻ എന്ന സ്വർഗീയ സുന്ദരികൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. സ്വർഗത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഈ പാരഗ്രാഫിലൂടെ പറഞ്ഞത്. ഇനി അവിടെ ദുഃഖമില്ല, സ്വർഗത്തിൽ ദുഃഖമില്ല, സന്തോഷം മാത്രം. സ്വർഗത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? സന്തോഷം മാത്രമേ ഉള്ളൂ. ഭയമില്ല, സമാധാനം മാത്രം. പേടിയില്ല, സമാധാനം മാത്രമുള്ള ജീവിതം. രോഗമില്ല, ആരോഗ്യം മാത്രം. ആർക്കും അവിടെ രോഗമുണ്ടാവുകയില്ല. പിന്നെ എല്ലാവരും നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ആളുകളായിരിക്കും. മരണമില്ല, ശാശ്വത ജീവിതം. സ്വർഗത്തിലേക്ക് എത്തിയാൽ പിന്നെ അവിടെ എന്തില്ല? മരണമില്ല. പിന്നെന്താ? ശാശ്വതമായ ജീവിതം എന്നെന്നും ആ സ്വർഗത്തിൽ അങ്ങനെ വസിക്കുക. ഇതിനെല്ലാം പുറമെ അല്ലാഹു തആലയുടെ ലിഖാ, അല്ലാഹു തആല കാണാൻ കഴിയുക എന്ന് പറയുന്നത്, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു തആലയുടെ ലിഖാ ആണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണും. പൗർണമിരാവിൽ പൂർണ്ണചന്ദ്രനെ കാണും പോലെ തിരക്കില്ലാതെ കാണാം. പൗർണമിരാവിൽ ചന്ദ്രൻ നിങ്ങൾ ഏതു രൂപത്തിലാണോ കാണുന്നത്, ആ രൂപത്തിൽ നിങ്ങൾക്ക് ആരെ കാണാൻ കഴിയും? നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കുട്ടികളെ സന്തോഷവും അത്ഭുതവും നിറഞ്ഞു. ഉസ്താദ് ചോദിച്ചു, സ്വർഗം വേണ്ടവർ ആരെല്ലാം? എല്ലാവരും കൈപ്പൊക്കി ഉസ്താദ് പറഞ്ഞു, സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം. സ്വർഗം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം, വിശ്വാസം വേണം. സൽക്കർമ്മങ്ങൾ ചെയ്യണം, നല്ല നല്ല കർമ്മങ്ങളെ ഇബാദത്തുകൾ ചെയ്യണം. നിസ്കാരം, നോമ്പ് പോലെയുള്ള മറ്റ് സുന്നത്തായ കർമ്മങ്ങൾ, സ്വലാത്തടക്കമുള്ള ദിക്റുകളടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. എന്നാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ. അതാ സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം.
സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ്. ആർക്കാണ്? സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ് എന്നാണ്, നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ഏത്? സ്വർഗം എന്ന് പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, അപ്പോൾ സ്വർഗം ആർക്കുള്ളതാ? സജ്ജനങ്ങൾക്കുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്യുന്നത സ്വർഗമുണ്ട്. വിശ്വസിക്കുകയും ആദ്യം വിശ്വാസം വേണം, അതിന് പുറമെ എന്ത് വേണം? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്യുന്നത സ്വർഗമുണ്ട്. അല്ലാഹു തആല നമ്മെ സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞു. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും. നിങ്ങൾക്ക് ആശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്. നിങ്ങൾക്ക് ആശിക്കുന്നതെല്ലാം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ നഖറ വനഫം വായിച്ച് മനസ്സിലാക്കാനുള്ളത്: ശോഭിതം, തിളങ്ങുന്നത്, പ്രൗഢി, ഉയർന്ന അവസ്ഥ, നിരർത്ഥകം, അർത്ഥമില്ലാത്തത്, ഹൃദ്യം, സന്തോഷമുണ്ടാക്കുന്ന, സജ്ജനം, നന്മ ചെയ്യുന്ന ആളുകൾ. ഇനി രണ്ടാമത്തെ നുബയ്യൻ. ഒന്ന്, സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ എന്തെല്ലാമാണ് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ? സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ, ഉയർന്നു നിൽക്കുന്ന ശയ്യകൾ, പിന്നെ പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകൾ, അണിയായി നിരന്നു നിൽക്കുന്ന തലയിണകൾ, വിരിച്ചുവെച്ച പരവതാനികൾ. ഇനി രണ്ടാമത്തെ നുജീബ്, ഉത്തരമെഴുതാനാണ്. ഉത്തരമെഴുതാനിൽ ഒന്നാമത്തത് ആർക്കാണ് സ്വർഗം ലഭിക്കുക? ആർക്കാണ് സ്വർഗം ലഭിക്കുക? ആൻസർ: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്. രണ്ട്, സ്വർഗാവകാശികൾ എങ്ങനെയായിരിക്കും? ആൻസർ: അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇനി അടുത്തത് മൂന്നാമത്തത്, സ്വർഗത്തിൽ എന്തെല്ലാം ലഭിക്കും? ആൻസർ: വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന തോട്ടങ്ങൾ. ഇനിയും പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഭംഗിയുള്ള വസ്ത്രം, ഹൂറുൻ ഐനുകളായ സ്വർഗീയ സുന്ദരികൾ, പിന്നെ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പിന്നെ പ്രൗഢിയുള്ള വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകത്തിലുണ്ട്, അതൊക്കെ അവിടെ എഴുതി ചേർക്കാം സൗകര്യം പോലെ. 4, സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏത്? ആൻസർ: അള്ളാഹുവിനെ കാണൽ. 5, സ്വർഗത്തിൽ എങ്ങനെയുള്ള വാഹനങ്ങളാണുള്ളത്? ആൻസർ: പ്രൗഢിയുള്ള വാഹനങ്ങൾ. 6, സ്വർഗീയ ഭവനങ്ങൾ എങ്ങനെയുള്ളതാണ്? ആൻസർ: ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ. ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങളാണ് സ്വർഗത്തിലുള്ള ഭവനങ്ങൾ. അടുത്തത് 4, നഖറ ഓ നക്തുബ്, വായിച്ചിട്ട് അതേ രൂപത്തിൽ അക്ഷരങ്ങൾ, ഹർക്കത്ത്, പുള്ളിയൊന്നും തെറ്റാതെ എഴുതാനുള്ളതാണ്. ഈശത്തുൻ റാളിയ, അതേ രൂപത്തിൽ എഴുതുക. ഈശത്തുൻ റാളിയത്തുൻ. ഇനി അടുത്തത് രണ്ടാമത്തത് 3, 4, 5 അങ്ങനെ 6 വരെ അതേ രൂപത്തിൽ തന്നെ ഇങ്ങോട്ട് എഴുതി കൊടുക്കാനുള്ളതാണ്. ശേഷം നുൻഷിഉൽ ജുമല, ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കണം. 1, പ്രൗഢിയുള്ള വാഹനങ്ങൾ. അടുത്തത് ഹൃദ്യമായ ഭക്ഷണം. അടുത്തത് നിരർത്ഥകമായ സംസാരം. അടുത്തത് ശോഭിതം, ചില ആളുകൾ അന്ന് ശോഭിതരാകും. 5, അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.